അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേബിൾ ഓർഗനൈസേഷനായിട്ടാണ്. ഫുള്ള് മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട് ടേബിൾ. 2-3 ദിവസമായി ഞാൻ വിചാരിക്കണം ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് വൃത്തിക്ക് വെക്കണമെന്ന്. അപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എഴുന്നേരത്തെ വയ്ക്കാൻ ഈ പരിപാടിക്ക് നിന്നു. ഇതെൻ്റെ മടി കാരണം കൊണ്ടാണ് ടേബിൾ മെയിനായിട്ട് ഇങ്ങനെ ആയത്. എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു മടിയും പിന്നെ കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നൊരു ശീലമുണ്ട്. പിന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ മെയിനായിട്ട് തന്നെ ടേബിളിൽ കിടക്കുന്നുണ്ടായിരുന്നു കുറേ സ്കിൻ കെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കണത്. എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വന്ന പാർസൽ അതൊന്നും ഞാനിതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. വന്നിട്ട് കുറച്ച് ദിവസമായി ഇത് അങ്ങനെ കൊടുന്നിട്ടെടുക്കുമായിരുന്നു. പിന്നെ ഓണമൊക്കെ അല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ അതങ്ങനെ ഇട്ടു അവിടെ. ഇപ്പം എനിക്ക് ടേബിൾ കാണുമ്പോൾ തന്നെ എന്തോ പോലെയായിരുന്നു. പിന്നെ അത് ഫുള്ള് എടുത്ത് മാറ്റിയപ്പോൾ തന്നെ ഒരു ആശ്വാസമായിരുന്നു ക്ലീനായിട്ട് ടേബിൾ കണ്ടപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് സാനിറ്റൈസറൊക്കെ ഇട്ടിട്ടാണ് തുടച്ചെടുത്തത്. ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തതാണ് ഇപ്പം അടുത്ത്. എന്നിട്ട് വീണ്ടും ഇതേപോലെ വലിച്ചു വാരി കൊടുന്നിട്ടതാണ്. എനിക്കൊരു മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ടേബിളിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മേക്ക് ഓവർ പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല. പറ്റുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഫുള്ള് മേക്ക് ഓവറൊക്കെ ചെയ്യണം. എനിക്കൊരു കോസി ഫീലൊക്കെ കൊണ്ടുവരാനും അതേപോലെ അസ്തറ്റിക് രീതിക്കൊക്കെ റൂമൊക്കെ മേക്ക് ഓവർ ചെയ്തെടുക്കാനൊക്കെ ഇഷ്ടമാണ്. ബട്ട് അതിനൊക്കെ കുറച്ച് പണിയുണ്ടല്ലോ. സോ മെല്ലെ മെല്ലെ നമുക്ക് ചെയ്യാം. ഇതേപോലെ ക്ലീനൊക്കെ ചെയ്ത് ഫൈനലൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, പാർസലിൽ ഉണ്ടായിരുന്നത് കെമിസ്റ്റിൻ്റെ ഒരു റോൾ ഓൺ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. കൂട്ടത്തിൽ സിസ്റ്ററിന് ഒരെണ്ണം ഓർഡർ ചെയ്തു. അണ്ടർ ആം പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട്. പിന്നെ നല്ലൊരു സ്മെല്ലുമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് അക്വ സ്മെല്ലാ തോന്നുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ എനിക്ക് ഒരെണ്ണം ട്രയൽ പ്രോഡക്റ്റായിട്ട് കിട്ടിയതായിരുന്നു. അതിൽ തന്നെ ഈ ഫ്ലവർ വൈസ് വാങ്ങി വെച്ചിട്ട് കുറേ ആയി. ഞാനതിൽ ഫ്ലവറില്ലേ, ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അതൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഫുള്ള് ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് പോയിട്ട് 2 ചെടിയും ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട് വെച്ചു. ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ മോൺസ്റ്ററയുടെ പ്ലാന്റില്ല, അത് ജസ്റ്റ് ലീഫ് മാത്രം കട്ട് ചെയ്തിട്ട് കുറേ നാൾ നിൽക്കുന്നുണ്ട്. അതിലെന്തോ ഒരു കേട് വന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് ആ വലിയ ലീഫ് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ വെച്ചു. ഞാനതൊരു ട്രയലായിട്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് ലീഫ് വാടിപ്പോണൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും എൻ്റെ ടേബിളിന് മുകളിൽ. ബട്ട് അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ വേറെ ഒന്നുമില്ല. ഞാൻ തണ്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തതായിരുന്നു അതിൽ നിന്ന്. പിന്നെ നമ്മുടെ ഉള്ള സാധനം തന്നെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ലുക്ക് കിട്ടും. കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടണം എന്നൊന്നുമില്ല മേക്ക് ഓവർ ചെയ്യാനും ഓർഗനൈസേഷൻ ചെയ്യാനൊന്നും വേണ്ടിയിട്ട്. നമുക്കുള്ള സാധനം നല്ല രീതിക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഐഡിയ കിട്ടും. ഇതെങ്ങനെ വേണം, അങ്ങനെ അറേഞ്ച് ചെയ്യുക, ഇങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ. പിന്നെ എനിക്ക് ഈ സ്മെൽസിനോടൊക്കെ ഒരു ക്രേസ് ഉണ്ട്, പ്രത്യേകിച്ച് സാമ്പ്രാണി. അപ്പം ഞാൻ ആദ്യം റൂമിലായിരുന്നു അത് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് റെഡി ആവണില്ല അവിടെ വെച്ചിട്ട്. അവസാനം ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് അത് ജസ്റ്റ് അവിടെ നിന്ന് കത്തിച്ചപ്പോൾ അത് ഓക്കെ ആയി. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. ഒരു ലാവൻഡർ സ്മെല്ല് വരുന്നതാണ്. ഇതിന് ധൂപ്പ് എന്തോ കേട്ടോ പറയുക. ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ സാമ്പ്രാണി ഫാനാണ്. ഇപ്പോഴാണ് ഞാൻ ക്യാൻഡിൽസ് സ്വിച്ച് ആയത്. ബട്ട് ഇത് നല്ല സ്മെല്ലൊക്കെയാണ്. ബട്ട് സാമ്പ്രാണി ആകുമ്പോൾ പെട്ടെന്ന് ആ സ്മെല്ല് എല്ലായിടത്തും പരക്കും. ബട്ട് ഇത് അത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നില്ല. എന്നാലും ഭയങ്കര നല്ല ലുക്കാണ്, ഭയങ്കര ഒരു കാംനെസ് ആണ് ഇതൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ. ഞാൻ ലുക്ക് എന്ന് ഉദ്ദേശിച്ച ഒരു വാം ലുക്ക് വരില്ലേ, ആകെ കൂടിയിട്ട് ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഏകദേശം എൻ്റെ സാധനങ്ങൾ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഡെസ്ക് ഭയങ്കരമായിട്ട് ക്ലീനായി. പിന്നെ ജസ്റ്റ് ബുക്കും സാധനങ്ങളും വെച്ചിട്ട് മാത്രമേ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ടേബിളിൻ്റെ ഉള്ളിലിരിക്കുന്ന ബുക്സും സാധനങ്ങളൊന്നും എൻ്റെ അല്ല. എൻ്റേന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതും പിന്നെ ഇവിടെ ഉള്ള ബുക്സും മാത്രമാണ്. ഞാൻ ബുക്കൊന്നും കൊടുത്തിട്ടില്ല. വെക്കേഷൻ വരുമ്പോൾ എൻ്റെ ബുക്സൊക്കെ PGയിൽ തന്നെയാണ് ഉള്ളത്. പരിപാടി കഴിഞ്ഞപ്പോൾ ഫൈനലിൽ ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൈനലിൽ എല്ലാം ഒന്ന് ക്ലീനായി കണ്ടോട് കൂടിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ എനിക്കിപ്പോൾ കിട്ടി. എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ഓവറോൾ ലുക്ക് കണ്ടപ്പോൾ
അപ്പോൾ ടേബിൾ ഓർഗനൈസേഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു റിഫ്രഷ്മെൻറ്റിന് സ്മൂത്തി ആവാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഇൻസ്റ്റയെന്നാണ് തോന്നുന്നു. ആപ്പിളും ആൽമണ്ടും പിന്നെ ഡേറ്റ്സും എക്സ്ട്രാ ആഡ് ഓൺ ഷുഗർ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് മിൽക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്. അപ്പോൾ ശരി.